സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല. അർഹതയില്ലാത്തവർക്ക് ലൈഫിൽ ഇടം കൊടുത്തും പ്രാധാന്യം കൊടുത്തും നമ്മൾ ഇരന്നു വാങ്ങുന്നതാണ് നമ്മുടെ ദുഃഖം. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും. നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം നല്ലതായി തോന്നാൻ തുടങ്ങുന്നു, മികച്ചതായി കാണപ്പെടുന്നു, മാത്രമല്ല ആകർഷകമാകാനും തുടങ്ങുന്നു. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട്. അതിൽ ഇരുട്ട് പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചമെന്ന തിരിച്ചറിവ് നൽകുന്നത്. ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നമ്മൾ തെറ്റുകാരനാണെന്നോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ. യഥാർത്ഥത്തിൽ അവരാണ് നമ്മുടെ ശത്രു. സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ലക്ഷ്യം വളരെ ഉയരത്തിലായതുകൊണ്ട് അതിലെത്തിപ്പെടാൻ സാധിക്കാത്തതല്ല. ലക്ഷ്യം ചെറുതായതുകൊണ്ട് നാം അതിലെത്തിപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും, അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരിക്കും. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. ചതിക്കുന്ന സ്ത്രീകളെ രണ്ടു കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവൾ കരയും. നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്കു പറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും. നിങ്ങൾ എല്ലാ പ്രതിസന്ധികളോടും പോരാടുക, ധൈര്യമായിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തികളുടെ ഉറവിടമായി മാറും. നിങ്ങളത് നേടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്. കാരണം അവരവരുടെ സമയമാകുമ്പോൾ അവർ തിളങ്ങുന്നു. അവസരങ്ങൾക്ക് വേണ്ടി അലഞ്ഞ് ജീവിതം തീർക്കരുത്. കിട്ടുന്ന അവസരം ചെറുതാണെങ്കിലും അതിലൂടെ ഉയർന്നവരാണ് വിജയിച്ചിട്ടുള്ളത്. നമ്മുടെ പരിശ്രമമാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിൽ ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും അർത്ഥമില്ല. ഓരോ നിരാശയിലുമുണ്ട് ഒളിഞ്ഞിരിക്കുന്ന ഓരോ പ്രത്യാശയുടെ നിറം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശയും ഗതിയും മാറുന്നത്. തളരാത്ത പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം. ജ്ഞാനികൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുന്നു. എന്നാൽ വിഡ്ഢികൾ സംസാരിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും പറയുന്നു. ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാരുടെയും പ്രചോദനം ആവശ്യമില്ലാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തന്നെ പ്രചോദനമായി മാറും. നിങ്ങളുടെ സമയത്തിൽ സ്വാർത്ഥനാകുക. കാരണം എല്ലാവരും നിങ്ങളുടെ സമയം അർഹിക്കുന്നില്ല. എല്ലാ നേട്ടങ്ങളുടെയും ആരംഭം തീവ്രമായ ആഗ്രഹങ്ങളിൽ നിന്നാണ്. എന്തെങ്കിലും നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷ്യം മുൻനിർത്തി തീവ്രമായി നിങ്ങൾ ആഗ്രഹിച്ചാൽ തീർച്ചയായും അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നമ്മളിലെ കോപാഗ്നി ആളിക്കത്തുന്നത് അല്പനേരത്തേക്ക് മാത്രമായിരിക്കാം. പക്ഷെ ആ ചൂടിൽ എരിഞ്ഞമരുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സന്തോഷവും സമാധാനവുമായിരിക്കും. പ്രതീക്ഷയാണ് ജീവിതം.
ഏത് സാഹചര്യത്തിലും എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തോടെ ജീവിക്കുക. മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഉപജീവനത്തിന് തൊഴിൽ, ഭയം, ലജ്ജ, ദയ, ത്യാഗശീലം ഇവ അഞ്ചുമില്ലാത്ത ദേശത്ത് ഒരു നിമിഷം പോലും താമസിക്കരുത്. വിശ്വാസവും പ്രാർത്ഥനയും രണ്ടും അദൃശ്യമാണ്, പക്ഷെ അവ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേ ഉള്ളൂ: അഭിനയം. നാവ് വളരെ ചെറുതും ഭാരമില്ലാത്തതുമാണ്. എന്നാൽ അതിന് നിങ്ങളെ പർവ്വതങ്ങളെക്കാൾ ഉയരത്തിലെത്തിക്കുവാനും പാതാളത്തേക്കാൾ താഴത്തിലെത്തിക്കുവാനും കഴിയും. നിങ്ങളെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ ഉറപ്പായും നിങ്ങളെ ചതിക്കും. ജാഗ്രത. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുക. നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെയാകുക. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമേ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല, മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധമാണ്. മറ്റുള്ളവർ അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ. ജീവിതം ഭാവിയിലേക്കുള്ള ഒരുക്കമാണ്. എന്നാൽ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നില്ലാത്ത പോലെ ജീവിക്കുക എന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്, പ്രവർത്തിക്കുക. ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക. ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം. നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയോ നിങ്ങളുടെ എതിരാളി കഠിനമായി പരിശീലിക്കുന്നു. മത്സരം നടക്കുമ്പോൾ വിജയം അയാൾക്കൊപ്പം ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രവർത്തിക്കുക. കാട്ടുതീ ചന്ദനമരത്തെ പോലും കത്തിച്ചു കളയും. അതുപോലെ ദുഷ്ടനായ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. സംതൃപ്തിയാണ് ഏറ്റവും വലിയ നിധി. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ സുഹൃത്ത്. താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹനാകുന്നു. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. കാൽ നനയാതെ കടൽ കടന്നവർ ഉണ്ടായേക്കാം, എന്നാൽ കണ്ണ് നിറയാതെ ജീവിതം കടന്നവർ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നും തന്നെ ഇല്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കഠിനാധ്വാനത്തെക്കാൾ വലിയ ചക്രങ്ങളില്ല. ആത്മവിശ്വാസത്തെക്കാൾ മൂല്യവത്തായ ഇന്ധനവുമില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇതിലും എളുപ്പത്തിൽ എത്താവുന്ന ഒരു വാഹനവും കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല. അവസരം നിങ്ങളുടേതാണ്, നിങ്ങളുടേതു മാത്രം. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്. വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചുനിന്ന് എനിക്കതിന് കഴിയില്ല എന്ന് വിധിയെഴുതി പിൻവാങ്ങുന്നത് വിഡ്ഢിത്തമാണ്. ജീവിതത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം സമയമാണ് നിങ്ങളുടെ ജീവിതം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക.
അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും. പ്രശ്നത്തെ നേരിടാനുള്ള കെൽപ്പും താനെടുത്ത തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആർജവവും ഓരോരുത്തരിലും ഉണ്ടാകും. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു, എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവസരം കണ്ടെത്തുന്നു. നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും, ഇടയ്ക്കിടെ പരാജയപ്പെടും. പരാജയത്തോടെ മുന്നേറുക. അന്തിമ വിജയം തോൽവിയിൽ മനംതൊന്ന് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണ്ണമായും വിശാലമായും ചെയ്യുക. പ്രവൃത്തികൾ ഭാഗികവും ശ്രദ്ധയില്ലാതെയും ചെയ്തതുകൊണ്ടാണ് ചിന്തകൾ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും നിങ്ങളെ തകർക്കാനുള്ളതല്ല. ചിലത് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാനുള്ള വാതിലുകൾ മലർക്കെ തുറക്കുന്നവയായിരിക്കാം. ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു, മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും. മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭ്രാന്ത് പിടിപ്പിക്കും. അതിൽ നിന്നും വൈരാഗ്യ ബുദ്ധി ഉടലെടുക്കും. ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും. ചില വേദനകൾ അങ്ങനെയാണ്. മനസ്സിന് താങ്ങാനും പറ്റില്ല, ആരോടും പറയാനും പറ്റില്ല. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. ഒരുമിച്ച് നടന്നപ്പോൾ എന്തു നേടി എന്നതല്ല, തനിച്ച് നടന്നപ്പോൾ ഒരു പെൺവിളിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇച്ഛാശക്തിയുടെ അഭാവം മാത്രമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. വാസ്തവത്തിൽ അസാധ്യമെന്ന ഒരു കാര്യവും ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെ കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക. തോൽക്കാൻ മനസ്സില്ലാത്തവർക്കേ വിജയം കൈവരും. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനും സ്വീകരിക്കുവാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്തു പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. അന്യരുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ചിതൽപുറ്റിനകത്ത് പെട്ടുപോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ ആരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. സൈക്കോളജി പറയുന്നു, ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നാണ്. വാസ്തവത്തിൽ അസാധ്യം എന്നൊരു കാര്യവും ഇതുവരെ ഈ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു.